നാളെ തിരുവോണം ഗംഭീരമാക്കാനുള്ള ഉത്രാടപ്പാച്ചിലാണ് നാടും നഗരവും. വിപണികളെല്ലാം സജീവമാണ്. സദ്യവട്ടങ്ങൾക്കുള്ള പച്ചക്കറികൾ, ഓണക്കോടി, അത്തപ്പൂക്കളത്തിലുള്ള പൂക്കൾ എന്നിവ വാങ്ങാൻ വിപണിയിൽ വൻ തിരക്കാണ്. കൊച്ചിയിൽ നിന്നും ഡാനി പോൾ ചേരുകയാണ്. ഡാനി, വളരെ ആവേശത്തിലാണ് ഇത്തവണ കേരളം ഒട്ടാകെ. നമുക്കറിയാം, അതിൻ്റെ അനുരണനങ്ങൾ കൊച്ചിയിലും സ്വാഭാവികമായും കാണാനാകും. ഇപ്പോൾ ബ്രോഡ്വേയിലാണ് ഡാനി ഉള്ളതെന്ന് മനസ്സിലാകുന്നു. തിരക്കിന് എന്തെങ്കിലും ഒരു ശമനം ഉണ്ടോ അവിടെ? രഞ്ജിത്ത, ബ്രോഡ്വേയിലെ ദൃശ്യങ്ങൾ തന്നെ പറയും തിരക്കിന് ഏതെങ്കിലും രീതിയിൽ ശമനം ഉണ്ടോന്ന്. കാരണം മഴയുടെ ഒരു വലിയ ഭീഷണി ഉണ്ട്. കാരണം ഇന്നലെ എല്ലാം തന്നെ നല്ല രീതിയിൽ മഴ പെയ്തു. ഈ കച്ചവടം മൊത്തം പോയതിന്റെ സങ്കടത്തിലായിരുന്നു ആ കച്ചവടക്കാരെല്ലാവരും തന്നെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്നൊക്കെ കുറച്ച് മഴത്തൂവലുണ്ടെങ്കിൽ കൂടിയും കുറെയെങ്കിലും മാറ്റം വന്നിട്ടുണ്ട്. അതിന്റെ ഒരു ആശ്വാസത്തിലും അതോടൊപ്പം തന്നെ അതിനേക്കാളേറെ ആവേശത്തിലുമാണ് നമുക്ക് ബ്രോഡ്വേ കാണാനാവുക. അത് ഈ ആർപ്പ് വിളിച്ച ഈ വസ്ത്ര വിപണിയാണ് വളരെ സജീവമായിട്ടിരിക്കുന്നത്. വലിയ രീതിയിലേക്ക് ആളുകൾ ഈ സമയത്തേക്കെല്ലാം തന്നെ ഇവിടേക്ക് എത്തുന്നുണ്ട്. കാണം വിറ്റും ഓണമുണ്ണണമെന്ന നിർബന്ധ ബുദ്ധിയുള്ള മലയാളിയുടെ ആ ഒരു തിരക്കും ആരവവും എല്ലാം തന്നെയാണ് നമുക്ക് കാണാനാവുന്നത്. ഉത്രാടപ്പാച്ചിൽ എന്നത് വളരെ അവിസ്മരണീയമാകുന്ന രീതിയിലേക്ക് തന്നെയാണ് നമ്മൾക്ക് കാണാനായിട്ട് കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ ഒരു നല്ല തിരക്ക് ഇവിടെയുണ്ട്. അത് പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത് വസ്ത്ര വിപണിയിൽ തന്നെയാണ്. അതോടൊപ്പം തന്നെ രാവിലെ ഉണ്ടായിരുന്ന തിരക്ക് പലവ്യഞ്ജനങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിന്, സദ്യവട്ടങ്ങൾ ഒരുക്കുന്നതിനുമായിരുന്നെങ്കിൽ ഇപ്പോഴത് മാറിയിരിക്കുന്നു. കൂടുതലായും തന്നെ വഴിവാണിഭക്കാരെ, വഴിയോര കച്ചവടക്കാരെ കേന്ദ്രീകരിച്ചാണ് ഈ സമയത്തെ ഒരു തിരക്കെന്നെല്ലാം തന്നെ പറയുന്നത്. അത്രമാത്രം തിരക്കിലേക്ക് എറണാകുളം ബ്രോഡ്വേയും പരിസരവും എല്ലാം തന്നെ മാറിയിട്ടുണ്ട്. അപ്പുറത്തെ MG റോഡാണെങ്കിലും ഈ രീതിയിൽ തന്നെയാണ് ആ തിരക്ക് മുന്നോട്ട് പോകുന്നത്. കുറഞ്ഞ വിലയിൽ സാധനങ്ങളെല്ലാം തന്നെ കിട്ടുന്നിടങ്ങളിലെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. നല്ല രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു കച്ചവടമെല്ലാം മഴ കൊണ്ടുപോയതിന്റെ സങ്കടം എല്ലാവരിലും തന്നെയുണ്ട്. അതുകൊണ്ട് ഈ ഒരു തിരക്ക് കാണുക, കുറഞ്ഞ സമയം കൊണ്ട് മഴ ഒരു ശക്തിയാകുന്നതിന് മുൻപ് തന്നെ പരമാവധി സാധനങ്ങൾ വാങ്ങി തിരക്കിൽ നിന്ന് മാറുക, അതെല്ലാം തന്നെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഈ സമയത്ത് കൂടുതൽ ആളുകൾ സാധനങ്ങൾ വാങ്ങുന്നതിനും മറ്റുമായിട്ടും ഇവിടേക്ക് എത്തുന്നത്. ഏതായാലും രഞ്ജിത്ത, ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ആ ഒരു തിരിച്ചടി മറികടക്കാൻ ഈ സമയത്ത് തീർച്ചയായും കാലാവസ്ഥ അല്പം മോശമാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ മഴയുടെ പ്രവചനമുണ്ട്. പക്ഷേ അപ്പോഴും തിരക്കുകൾക്ക് കുറവില്ല എന്നാണ് ഡാനി പോൾ കൊച്ചി ബ്രോഡ്വേയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.